ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഗർഭത്തിന്റെ അവസാന ഘട്ടം എത്തുമ്പോൾ ടെൻഷൻ കൂടുന്നത് സ്വാഭാവികമാണ്. അതിലെ ഏറ്റവും വലിയ ടെൻഷനുകളിലൊന്നാണ് മാസം തികയാതെയുള്ള പ്രസവം, അല്ലേ? പക്ഷെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിനെക്കുറിച്ച് ശരിയായി അറിഞ്ഞിരുന്നാൽ മതി. നമുക്ക് ധൈര്യമായി നേരിടാം. ഗർഭത്തിന്റെ അവസാനത്തെ ആ 3 മാസമില്ലേ, ആ സമയത്ത് മനസ്സിൽ വരുന്ന ഒരു ചോദ്യമുണ്ട്. ഇതാണോ അത്? വേദന തുടങ്ങിയോ? ഈയൊരു സംശയം എല്ലാവർക്കുമുണ്ടാകും. സാധാരണ ഒരു വേദനയാണോ അതോ പ്രസവവേദന തന്നെയാണോ? ഈയൊരു കൺഫ്യൂഷൻ ഭയങ്കരമാണ്. ശരി, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. എന്താണ് ഈ പ്രീടേം ലേബർ? സിംപിളായി പറഞ്ഞാൽ 37 ആഴ്ച പൂർത്തിയാവുന്നതിന് മുൻപ് പ്രസവവേദന തുടങ്ങുന്നതിനെയാണ് മെഡിക്കൽ ഭാഷയിൽ പ്രീടേം ലേബർ എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ ഇന്ന് വിശദമായി സംസാരിക്കാൻ പോകുന്ന വിഷയം. അപ്പോ ഈയൊരു വിശകലനത്തിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്നറിയോ? ആദ്യം നമ്മൾ ഇതിന്റെ ചില സൂക്ഷ്മമായ ലക്ഷണങ്ങൾ എങ്ങനെ തിരിച്ചറിയാമെന്ന് പഠിക്കും. പലപ്പോഴും നമ്മളത് ശ്രദ്ധിക്കാതെ പോകും. പിന്നെ ഇനി അഥവാ ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നാൽ അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുകയെന്നും നമ്മുടെ കുഞ്ഞിനെ സംരക്ഷിക്കാൻ ഡോക്ടർമാർ ഉപയോഗിക്കുന്ന ഒരു പ്രൊട്ടക്റ്റീവ് ഷീൽഡിനെക്കുറിച്ചും നമ്മൾ വിശദമായിട്ട് തന്നെ മനസ്സിലാക്കും. ഓക്കെ, അപ്പം നമ്മുടെ ആദ്യത്തെ ഭാഗം, ലക്ഷണങ്ങൾ എങ്ങനെ തിരിച്ചറിയാം. ഒരു കാര്യം ആദ്യമേ പറയാം, ഇത് സിനിമയിലൊക്കെ കാണുന്ന പോലെ ആയിരിക്കില്ല. സിനിമയിലൊക്കെ നമ്മൾ കാണാറില്ലേ, പെട്ടെന്നൊരു നിലവിളിയോടെ അതികഠിനമായ വേദന വരുന്നത്. പക്ഷേ റിയൽ ലൈഫിൽ പ്രീടേം ലേബർ അങ്ങനെയല്ല തുടങ്ങുന്നത്. ചിലപ്പോൾ വളരെ ചെറിയ, സാധാരണ ഗർഭകാലത്തെ ഒരു അസ്വസ്ഥത പോലെ, ഒരു നടുവേദന പോലെയൊക്കെയാവും അത് തുടങ്ങാം. അതുകൊണ്ട് തന്നെയാണ് ഇത് തിരിച്ചറിയാൻ പലർക്കും ബുദ്ധിമുട്ടാവുന്നത്. അപ്പോ എന്തൊക്കെയാണ് ഈ ലക്ഷണങ്ങൾ? ഒന്നാമതായി, ഒരു താളത്തിലുള്ള നടുവേദന, അതായത് വന്നും പോയുമിരിക്കുന്നൊരു വേദന. പിന്നെ കുഞ്ഞ് താഴോട്ട് ഇറങ്ങി വരുന്നത് പോലെ വയറിന്റെ അടിഭാഗത്ത് ഒരു ഭാരം അനുഭവപ്പെടുന്നത്. ആർത്തവ സമയത്തുണ്ടാകുന്ന പോലത്തെ ഒരു തരം വയർവേദന. പിന്നെ യോനിയിൽ നിന്നുള്ള സ്രവത്തിൽ എന്തെങ്കിലും മാറ്റം കാണുകയാണെങ്കിൽ, ഏറ്റവും പ്രധാനമായി ഒരു 10 മിനിറ്റോ അതിൽ കുറഞ്ഞ ഇടവേളയിലോ വയർ മുറുകി പിടിക്കുന്നത് പോലെയുള്ള വേദന. ഇതിൽ ഏതെങ്കിലും ഒന്ന് ശ്രദ്ധയിൽപ്പെട്ടാൽ അത് വെറുതെ വിട്ടുകളയരുത്. ശരി, ലക്ഷണങ്ങൾ നമ്മൾ കണ്ടു. ഇനി അഥവാ അങ്ങനെ എന്തെങ്കിലും തോന്നിയാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്? നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുക. അവിടെ ചെല്ലുമ്പോൾ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് മുൻകൂട്ടി അറിഞ്ഞിരിക്കുന്നത് നമ്മുടെ ടെൻഷൻ കുറയ്ക്കാൻ ഒരുപാട് സഹായിക്കും. ഇനി കേട്ടോ, എന്തെങ്കിലും സംശയം തോന്നിയാൽ ആദ്യം തന്നെ പേടിക്കുകയല്ല വേണ്ടത്. ഈ 4 കാര്യങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി. ഒന്നാമതായി, ഈ ലക്ഷണങ്ങൾ എപ്പോഴാണ് വരുന്നത്, എത്ര നേരം നിൽക്കുന്നു എന്നൊക്കെയൊന്ന് സമയം നോക്കിവെക്കുക. രണ്ടാമതായി, ഇടതുവശം ചെരിഞ്ഞു കിടക്കുക. എന്നിട്ടൊരു 2 ഗ്ലാസ് വെള്ളം കുടിക്കുക. എന്നിട്ട് 1 മണിക്കൂർ വെയിറ്റ് ചെയ്യുക. എന്നിട്ടും ഈ ലക്ഷണങ്ങൾ മാറുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ കൂടുന്നുണ്ടെങ്കിൽ ഒട്ടും വൈകരുത്, നേരെ ഹോസ്പിറ്റലിലേക്ക് വിട്ടോ. ഇനി നമ്മൾ ഈ വിശകലനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്കാണ് കടക്കാൻ പോകുന്നത്. ഡോക്ടർമാർ നമ്മുടെ കുഞ്ഞിനെ സംരക്ഷിക്കാൻ ഉപയോഗിക്കുന്ന 3 പ്രൊട്ടക്റ്റീവ് ഷീൽഡുകളെപ്പറ്റി, അല്ലെങ്കിൽ വൈദ്യശാസ്ത്ര കവചങ്ങൾ എന്നു പറയാം. കുഞ്ഞിന് ഏറ്റവും നല്ല ഒരു തുടക്കം നൽകാൻ സഹായിക്കുന്ന 3 കാര്യങ്ങളാണിത്. ആദ്യത്തെ കവചം, അത് കുഞ്ഞിന്റെ ശ്വാസകോശത്തിനു വേണ്ടിയുള്ളതാണ്. കാരണം മാസം തികയാതെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി സ്വന്തമായി ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ടാണ്. ഇതിനുവേണ്ടി ഡോക്ടർമാര് അമ്മയ്ക്കൊരു പ്രത്യേകതരം ഇഞ്ചക്ഷൻ തരും. കോർട്ടിക്കോസ്റ്റീറോയിഡുകൾ എന്നാണ് അതിന് പറയുക. ഈ മരുന്ന് എന്താ ചെയ്യുന്നതെന്നറിയാമോ? ഇത് നേരെ കുഞ്ഞിന്റെ ശ്വാസകോശത്തിന്റെ വളർച്ചയെ അങ്ങ് വേഗത്തിലാക്കും. ജനിച്ചു വീണ ഉടനെ കുഞ്ഞിന് എളുപ്പത്തിൽ ശ്വാസമെടുക്കാൻ ഇത് സഹായിക്കും. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ലൈഫ് സേവിംഗ് ഇഞ്ചക്ഷനാണ്. സാധാരണയായി 24 മുതൽ 34 ആഴ്ചകൾക്കിടയിലാണ് ഈ ഇഞ്ചക്ഷൻ കൊടുക്കുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ കവചം. ഇത് കുഞ്ഞിന്റെ തലച്ചോറിന് വേണ്ടിയുള്ളതാണ്. കുഞ്ഞിന്റെ തലച്ചോറ് വളരെ ലോലമാണ്. അതിനെ സംരക്ഷിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിനുവേണ്ടി അമ്മയ്ക്ക് മഗ്നീഷ്യം സൾഫേറ്റ് എന്നൊരു മരുന്ന് ഡ്രിപ്പായിട്ട് കൊടുക്കും. ഇത് കുഞ്ഞിന് ഭാവിയിൽ സെറിബ്രൽ പാൾസി പോലുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയെ നല്ല രീതിയിൽ കുറയ്ക്കും. ഇതൊരു ന്യൂറോ പ്രൊട്ടക്ഷനാണ്, അതായത് തലച്ചോറിനുള്ള സംരക്ഷണം. ഈ മരുന്ന് ഞരമ്പിലൂടെ കയറുമ്പോൾ അമ്മയ്ക്ക് ശരീരത്തിലൊരു ചൂടോ ചെറിയൊരു മയക്കമോ ഒക്കെ തോന്നുന്നത് വളരെ സാധാരണമാണ്. അതിൽ പേടിക്കാനൊന്നുമില്ല. 48, ഈ ഒരു നമ്പർ ഇത് ഓർത്തു വെക്കണം. കാരണം നമ്മുടെ അടുത്ത കവചത്തിന്റെ മുഴുവൻ ലക്ഷ്യവും ഈ ഒരു നമ്പറിനെ ചുറ്റിപ്പറ്റിയാണ്. എന്താണീ 48 മണിക്കൂർ? നമ്മൾ ആദ്യം പറഞ്ഞ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷനില്ലേ, ശ്വാസകോശത്തിനു വേണ്ടിയുള്ളത്, ആ മരുന്ന് കുഞ്ഞിന്റെ ശരീരത്തിൽ പ്രവർത്തിച്ചു തുടങ്ങാൻ ഏകദേശം 48 മണിക്കൂർ വേണം. അപ്പോൾ ഡോക്ടർമാരുടെ പ്രധാന ലക്ഷ്യം ആ നിർണായകമായ 48 മണിക്കൂർ സമയം എങ്ങനെയെങ്കിലും നേടിയെടുക്കുക എന്നതാണ്.
ഈ സമയം നേടിയെടുക്കാൻ ഉപയോഗിക്കുന്ന ചികിത്സയാണ് ടോക്കോളിസിസ് എന്ന് പറയുന്നത്. അതായത് പ്രസവവേദനയെ താൽക്കാലികമായി ഒന്ന് പതുക്കെയാക്കാൻ അല്ലെങ്കിൽ നിർത്താൻ സഹായിക്കുന്ന മരുന്നുകൾ കൊടുക്കും. ഇതിന്റെ ലക്ഷ്യം പ്രസവം എന്നേക്കുമായി നിർത്തുക എന്നല്ല, മറിച്ച് അതിനൊന്ന് ഹോൾഡ് ചെയ്ത് വെക്കുക എന്നതാണ്. ആ വിലപ്പെട്ട 48 മണിക്കൂർ കിട്ടിയാൽ ആദ്യത്തെ 2 ഷീൽഡുകൾക്കും അവയുടെ ജോലി ഭംഗിയായി ചെയ്യാൻ പറ്റും. ശരി, അപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഇനി ഇതിൽ നിന്നെല്ലാം നിങ്ങൾ തീർച്ചയായും ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോ ഈയൊരു വിശകലനത്തിൽ നിന്ന് നമ്മൾ പഠിച്ച പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തേത്, നിങ്ങളുടെ ശരീരത്തെ വിശ്വസിക്കുക. നിങ്ങൾക്ക് തോന്നുന്ന ചെറിയ മാറ്റങ്ങൾ പോലും അവഗണിക്കരുത്. രണ്ടാമതായി, ലക്ഷണങ്ങൾ എപ്പോൾ വരുന്നു പോകുന്നു എന്നൊക്കെ സമയം നോക്കിവെക്കുക. ഡോക്ടറെ വിളിക്കാനൊരു മടിയും കാണിക്കരുത്. പിന്നെ ആ 3 മെഡിക്കൽ ഷീൽഡുകൾ ഓർക്കുക. 1 ശ്വാസകോശത്തിന്, 2 തലച്ചോറിന്, പിന്നെ നിർണായകമായ 48 മണിക്കൂർ സമയം. അതാണ് ഏറ്റവും പ്രധാനം. നമ്മളിന്ന് സംസാരിച്ച ഈ കാര്യങ്ങളൊന്നും വെറും അഭിപ്രായങ്ങളല്ല കേട്ടോ. നൈസ് പോലെയുള്ള ലോകോത്തര ആരോഗ്യ സംഘടനകൾ ഒരുപാട് പഠനങ്ങളും തെളിവുകളുമൊക്കെ നോക്കിയതിനു ശേഷം തയ്യാറാക്കിയ മാർഗനിർദ്ദേശങ്ങളാണിതെല്ലാം. അപ്പോ ഇതിന് അത്രത്തോളം വിശ്വാസ്യതയുണ്ട്. ഈ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ധൈര്യവും ആത്മവിശ്വാസവും നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓരോ ദിവസവും മെഡിക്കൽ സയൻസ് മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാനുള്ള ഈ കവചങ്ങൾ കൂടുതൽ ശക്തമാകുമ്പോൾ നവജാത ശിശുക്കളുടെ പരിചരണത്തിൽ ഇനി എന്തൊക്കെ അത്ഭുതങ്ങളായിരിക്കും അല്ലേ നമ്മളെ കാത്തിരിക്കുന്നത്? ഈ ഒരു ചോദ്യത്തോടെ നമുക്ക് നിർത്താം.